പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലയോ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് 1K ആയി. 1K ആയേ. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ആയത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും നന്ദി. ദൈവത്തോടും നന്ദി പറയുന്നു കേട്ടോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എല്ലാവരും എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും എന്നുള്ള നമ്മുടെ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം. നമ്മുടെ പരാജയത്തിൻ്റെ മെയിൻ കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ മനോഭാവമാണ്. നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹത്തിൽ പരാജയത്തിനും വിജയത്തിനും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈ ചിന്താഗതിയാണ്. നമ്മുടെ ഈ ചിന്താഗതിയെ നമ്മൾ മാറ്റിയെടുക്കണം. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വിചാരിച്ചിരിക്കാതിരിക്കുക. അതാണ് നമുക്കൊരു മാർഗം. അത് മറ്റുള്ളവരെന്തോ ചിന്തിക്കുമെന്ന് നമുക്ക് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് ജീവിക്കാം. മറ്റുള്ളവരെ നമുക്ക് നോക്കാൻ കണ്ട കാര്യമില്ല. നമ്മളങ്ങനെ മറ്റുള്ളവരെ ആലോചിച്ചും ചിന്തിച്ചും ജീവിച്ചാൽ നമ്മുടെ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടക്കാതെ ഇങ്ങനെ ജീവിച്ച് നമ്മുടെ കാലവും കഴിഞ്ഞു പോകും. നമ്മുടെ ജീവിതം അങ്ങനെ മണ്ണിലടിഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മുടെ ഒരാഗ്രഹവും സാധിക്കാൻ നമുക്ക് പറ്റാതാവും. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മൾ എന്താകണം, ആരാകണം എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരെ അത് എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു എന്ന് മാത്രം നമ്മൾ നോക്കി ജീവിക്കാനേ പോകേണ്ട കാര്യമില്ല. അവരങ്ങനെ ഒരു സൈഡിൽ കിടക്കും. അവരോരോ കുറ്റം കുറവൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കും. നമ്മളതൊന്നും വഴിപ്പെടാനേ പോകേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ മനസ്സിൽ പതിച്ചു വെച്ചേക്കുന്ന ഇത്തരം വേണ്ടാത്ത ചിന്താഗതികളെ നമുക്ക് എടുത്തു മാറ്റാം. അതാ നല്ലത്. അങ്ങനെ ഉള്ള കാര്യമാണ് നല്ലത്. നമ്മൾ എന്തിനേലും ഒന്ന് ഇറങ്ങിത്തിരിച്ച് അടുത്ത പ്രശ്നം സ്വാഭാവികമായിട്ടും കളിയാക്കലാണ്. അവർ മോശമായിട്ട് വിചാരിക്കും, ചിന്തിക്കും എന്ന വിചാരത്താലാണ് പലതും നമ്മൾ സ്വയം ചെയ്യാൻ മടിക്കുന്നത്, അല്ലേ? ഒന്ന് ഓർക്കുക, അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്യുമ്പോൾ അത് പിന്നെ അവസാനം കളിയാക്കലിലെത്തും എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അത് മനുഷ്യർ നമ്മളെ കളിയാക്കും. അതിന് ആ കാര്യത്തിന് നല്ലൊരു റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെ പിന്നെ ആ ആൾക്കാർ തന്നെ നമ്മളെ അഭിനന്ദിക്കാൻ വരും. അങ്ങനെയുണ്ട് ഒരു കാര്യം, ഇല്ലയോ? എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ അതിൽ നിന്നും മുന്നോട്ട് പോവുക. ആരെന്തു പറയുകയോ ചിന്തിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അത് ചിന്തിക്കുന്നവരുടെ വിഷയമാണ്. അത് നമ്മളെ ബാധിക്കുന്നതല്ല. അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയില്ല. നമ്മളത് ശ്രദ്ധിക്കാനേ പോകേണ്ട കാര്യങ്ങളില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വ്യക്തിത്വം നമ്മൾ പണയപ്പെടുത്തുക. അതിൻ്റെ ആവശ്യങ്ങൾ നമുക്കില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ്, ഇപ്പം നമുക്ക് ഒരു കടയിൽ പോയി നമ്മളൊരു ഡ്രസ്സ് എടുത്തു, നമുക്കത് ഇഷ്ടമായിരിക്കും ചിലപ്പോൾ ഇടാനായിട്ട്. അപ്പം അപ്പോഴും നമ്മുടെ ചിന്താഗതി വരുന്നത് എന്തോ, അയ്യോ മറ്റുള്ളവരെന്ത് വിചാരിക്കും അതിട്ടാൽ എന്നുള്ള ഒരു വിചാരത്തിൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മാറ്റി നിർത്തും. അതെടുക്കണ്ട, അതിടണ്ട, മറ്റുള്ളവരെന്തോ വിചാരിക്കും എന്നുള്ള ചിന്തയാണ് നമുക്ക് അങ്ങനെ വരുന്നത്. നമ്മളങ്ങനെ ചിന്തിക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടുക തന്നെ ചെയ്യാം. മറ്റുള്ളവരെ നോക്കേണ്ട കാര്യം നമുക്കില്ല. അതിൻ്റെ ആവശ്യമേ നമുക്കവിടെ വരുന്നില്ല. അങ്ങനെ നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി നിർത്തി കാണും. അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വെച്ചോണ്ട്, ഇല്ലയോ? അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരില്ലയോ? അങ്ങനെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമോ എന്നുള്ള വിചാരം തന്നെ സത്യത്തിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും തകർക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെന്തേലും പറയട്ടെ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. അവനവൻ്റെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് വ്യക്തികൾക്കോ സമൂഹത്തിനോ ഒരു ദോഷം വരാതെ നോക്കുക. നമ്മളായി ജീവിക്കുക. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അതിനെ വിമർശിക്കുന്നവരുമുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. അത് അവരുടെ ചിന്താഗതി, അത് അവർക്ക് വിട്ടേക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.